സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. റിമി ടോമി അവതാരകയായ 113 ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട ചാറ്റ് ഷോയാണ്. സിനിമ സീരിയൽ രംഗത്തെ നിരവധി പ്രമുഖർ ഷോയിൽ പങ്കെടുക്കാറുണ്ട്. മിനി സ്ക്രീനിലെ യുവ നായികമാരാണ് ഇത്തവണ ഷോയിൽ അതിഥികളായി എത്തിയത്. ഷോയിലെ ഇവരുടെ തമാശകളും സംസാരങ്ങളും ഒക്കെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഷോയിൽ തങ്ങളുടെ ഭാവി വരനെക്കുറിച്ചും ഇരുവരും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരിപാടിയാണ് ചാറ്റ് ഷോകൾ. രസകരമായ അവതരണത്തിലൂടെയും ഗെയിമുകളിലൂടെയും പ്രസിദ്ധമാണ് മഴവിൽ മനോരമയിലെ ചാറ്റ് ഷോ 113. ഗായിക റിമി ടോമി അവതാരകയായി എത്തുന്ന പരിപാടിക്ക് ഏറെ ആരാധകരുണ്ട്. 113ലേക്ക് എത്തിയപ്പോൾ തന്നെ മികച്ച സ്വീകരണമാണ് റിമി ടോമിക്ക് ലഭിച്ചത്. പരിപാടിയിലേക്ക് എത്തുന്ന അതിഥികളോട് താരം ചോദിക്കുന്ന ചോദ്യങ്ങളും രസകരമായ ടാസ്കുകളുമൊക്കെ പ്രേക്ഷകർക്ക് പ്രിയങ്കരമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മിനി സ്ക്രീനിലെ പ്രിയ നായികമാരായി കസ്തൂരിമാൻ സീരിയൽ തിളങ്ങുന്ന കാവ്യയും ശിവാനിയുമാണ് അതിഥികളായി എത്തിയത്. സീരിയലിലെ ശത്രുക്കളായല്ല, ഉറ്റ സുഹൃത്തുക്കളായ റെബേക്കയും പ്രതീക്ഷയുമായാണ് താരങ്ങൾ എത്തിയത്. കസ്തൂരിമാനിൽ നായികയായി സാരിയിൽ മാത്രം കണ്ടിരുന്ന റെബേക്കയെ സ്ക്രീനിൽ കണ്ടതോടെ പ്രേക്ഷകർ ഞെട്ടുകയായിരുന്നു. കുട്ടി ഫ്രോക്കൊക്കെ ഇട്ട് സുന്ദരിയായാണ് റെബേക്ക എത്തിയത്. ചുവന്ന വെൽവെറ്റ് നിറത്തിലുള്ള ടോപ്പ് ധരിച്ചാണ് പ്രതീക്ഷ എത്തിയത്. സീരിയലിൽ കടുത്ത ശത്രുക്കളായ ഇരുവരും തമ്മിലുള്ള സ്നേഹം കണ്ട് അവതാരകയായ റിമി പോലും ഞെട്ടിപ്പോയിരുന്നു. പാട്ടുകളും തമാശകളുമായി ഇരുവരും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഭാവി വരനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഇരുവരും പരിപാടിയിൽ പങ്കുവച്ചു. റിമിയുടെ ചോദ്യത്തിന് പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നുമില്ലെന്നായിരുന്നു പ്രതീക്ഷയുടെ മറുപടി. എന്നാൽ പ്രതീക്ഷയുടെ സങ്കല്പത്തിലുള്ള വ്യക്തിയെ റെബേക്ക വെളിപ്പെടുത്തി. സിനിമാ താരം ബാലയാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് അത്രയും സന്തോഷം എന്നായിരുന്നു റെബേക്ക പറഞ്ഞത്. ഇത് കേട്ടതും റിമി അതിശയിക്കുകയും ദൈവമേ എന്ന് വിളിക്കുകയും ചെയ്തു. പണ്ട് മുതലേ ബാലയുടെ ആരാധകയാണ് പ്രതീക്ഷ. പത്തനംതിട്ടയാണ് പ്രതീക്ഷയുടെ സ്ഥലം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു. ഞാനിത് അറിഞ്ഞില്ല. അപ്രതീക്ഷിതമായി എൻ്റെ ഇഷ്ടതാരം അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്, പ്രതീക്ഷ പറഞ്ഞു. അന്ന് ഒരുപാട് പണിപ്പെട്ട് പ്രതീക്ഷ ബാലയുടെ ഓട്ടോഗ്രാഫ് സ്വന്തമാക്കി. ഇതെല്ലാം വെളിപ്പെടുത്തുമ്പോൾ പ്രതീക്ഷയുടെ കണ്ണുകളിലെ തിളക്കം കണ്ടോ എന്നായിരുന്നു റെബേക്കയുടെ പ്രതികരണം. ബാലയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തകർന്നു പോയല്ലേ എന്നായിരുന്നു റിമിയുടെ അടുത്ത ചോദ്യം. തനിക്ക് ബാലയോട് ആരാധനയായിരുന്നു എന്ന് പ്രതീക്ഷ മറുപടി നൽകി. പിന്നീട് തകർപ്പൻ കോമഡിയുടെ ഭാഗമായപ്പോൾ ബാലയെ കണ്ണുനിറയെ കണ്ടുവെന്നും താരം വ്യക്തമാക്കി. ഇത്രയും അധികം ആരാധിക്കുന്ന ഒരാളുണ്ടെന്ന് ബാലയെ അറിയുന്നുണ്ടാവില്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ബാലയെ വിളിച്ചറിയിക്കുമെന്ന് റിമി പറഞ്ഞു. റെബേക്കയുടെ സങ്കല്പം എന്താണെന്ന് പ്രതീക്ഷയോടാണ് ചോദിച്ചത്. സങ്കല്പം ഞാൻ പറയണോ എന്ന് ചോദിച്ച ശേഷം റെബേക്കയ്ക്ക് ഒരാളുണ്ട് എന്ന് പ്രതീക്ഷ പറഞ്ഞു. പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് റെബേക്ക സമ്മതിക്കുകയും ചെയ്തു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുഞ്ഞിക്കൂനലിൽ റെബേക്ക അഭിനയിച്ചത്. അതിനുശേഷം തിരുവമ്പാടി തമ്പാൻ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ സഹോദരന്റെ മകളായി വേഷമിട്ടു. പിന്നീട് +2 കഴിഞ്ഞാണ് വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയത്. മിഴിരണ്ടിലും നിർമാതളം എന്നീ സീരിയലുകൾ ചെയ്തു. ഇപ്പോൾ കസ്തൂരിമാനിലെ പ്രിയപ്പെട്ട കാവ്യയായി യാത്ര തുടരുകയാണ്. ഇരുവരും ഒരുമിച്ച ചാറ്റ് ഷോ സീരിയൽ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.